കുളി കഴിഞ്ഞ് തനിക്ക് മുമ്പിൽ പാവത്തെ പോലെ നിൽക്കുന്ന അച്ഛനെയും മോളെയും ശിവാനി കൂർപ്പിച്ച് നോക്കി. എൻ്റെ പാറു, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, മോളുടെ പ്രാക്ടീസ് റൂമിൽ. നീ എന്തിനാ വേണ്ടി ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നേ? അവൻ പാവത്തെ പോലെ പറഞ്ഞതും അവൾ അറിയാതെ ചിരിച്ചു പോയി. രണ്ടും കൂടി എന്തോ കളതിരൊപ്പിക്കുന്നുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം. അവൾ അങ്ങനെ പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് വേഗം ചെന്ന് അവളുടെ കവിളിലൊരു ഉമ്മ കൊടുത്തു. ആ സമയം സത്യക്രൂരത നിറഞ്ഞ വന്യമായൊരു നോട്ടം നീലുവിനെ നോക്കി. അതറിഞ്ഞതുപോലെ അവൾ അവനെ തിരിഞ്ഞു നോക്കി കൈകൊണ്ട് ശിവ കാണാതെ അവൾ സത്യയോട് സോറി പറഞ്ഞു. ഇനി ഇങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പും കൊടുത്തു. ആ സമയം അവൻ്റെ മുഖം ശാന്തമായി. ശിവാനി വാത്സല്യത്തോടെ നീലുവിനെ ചേർത്ത് പിടിച്ചു. അവളുടെ കുഞ്ഞിക്കവിളിലൊരു ഉമ്മ കൊടുത്തു. അമ്മയുടെ പൊന്ന് താഴേക്ക് ചെല്ല്, അമ്മക്ക് പപ്പയോടെ കുറച്ച് സംസാരിക്കണം. അവൾ അങ്ങനെ പറഞ്ഞതും നീലു അപ്പോൾ തന്നെ അനുസരണയോട് അവിടുന്ന് പോയി. സത്യശിവയെ നോക്കി പുഞ്ചിരിച്ചു. നാളെ കൃഷ്ണമംഗലത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് മറന്നുപോയോ? പ്രതീക്ഷയോടെയുള്ള അവളുടെ ചോദ്യം കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. നിന്റെ ദേവേട്ടൻ എപ്പോഴെങ്കിലും നിന്നെ പരിചയമുണ്ടോ? അവൻ ഗൗരവത്തോടെ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. കൃഷ്ണമംഗലം വീടിന് മുമ്പിൽ സത്യയുടെ കാറ് വന്നു നിന്നു. കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ശിവ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നോക്കിക്കണ്ടു. വളരെ മനോഹരമായി പന്തലിട്ടൊരുക്കിയ തൻ്റെ വീട് കണ്ട് ശിവയുടെ മിഴികളിൽ നനവൂറി. അച്ഛനും അമ്മയും മേടനും അവളുടെ ഓർമ്മകളിൽ നിറഞ്ഞു. അവരോർത്തത് കൊണ്ടായിരിക്കാം അവളുടെ ഉള്ളും സങ്കടം കൊണ്ട് വീങ്ങിപ്പോയി. മാളികശ്ശേരിയിലെ ഒട്ടുമിക്കവരും അവിടെ കാത്തവിടെ ഉണ്ടായിരുന്നു. ഗിരിയും മനുവും വീണയും അഭിജിത്തും ശ്രീബാലയും അഞ്ജുവും കീർത്തിയും അങ്ങനെ ഒട്ടുമിക്കവരും അവളെയും കാത്തവിടെ ഉണ്ടായിരുന്നു. ജഗനും സേതുവും വൈദവും ഒരുമിച്ചൊരു കാറിലാണ് വന്നത്. മകൾക്ക് മുമ്പിൽ പരസ്പരം ഒരുമയോടെയാണ് അവർ നിന്നത്. തങ്ങളുടെ ഇടയിൽ കിടന്ന് ഏറെ വേദനിച്ചവളാണ് വൈദു എന്ന് അവർക്കറിയാലോ. അതുകൊണ്ട് ആ മകളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഇരുവരും ഉള്ളിൻ്റെ ഉള്ളിൽ തങ്ങളുടെ പ്രണയം പരസ്പരം മറച്ചു പിടിച്ച് സ്വന്തം മകൾക്ക് വേണ്ടി സൗഹൃദം പുലർത്തുന്നു, അത്രമാത്രം. ശിവനും ശാരിയും മഹിയും മോമനയും പിന്നെ സ്റ്റീഫനും വേണിയും ദേവിയും അവരുടെ ഭർത്താവും എല്ലാം ഹാജർ വെച്ചിട്ടുണ്ട്. പാർവതിയും അയ്യരും വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ശിവക്കരികിൽ നിന്ന് നീലുവാണ് ആദ്യം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. വളരെ മനോഹരമായൊരു പാവക്കുട്ടിയെ പോലെ അവൾ തിളങ്ങി. ആ മുഖം നിറയെ ഓമനത്വവും നിഷ്കളങ്കതയുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ കുഞ്ഞിപ്പെണ്ണിന് മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രയ്ക്ക് ക്യൂട്ടാണവൾ. പിങ്ക് ഫ്രോക്ക് ധരിച്ച് ഇടുപ്പോളമുള്ള സിൽക്കി മുടി ഭംഗിയിൽ വിടർത്തിയിട്ട് അധികം ചമയങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞിപ്പെണ്ണിനെ അഞ്ജു ആരാധനയോട് അതിലൊരു നഷ്ടബോധത്തോടെ നോക്കി. കിച്ചുവും അഞ്ജുവും ചേർന്ന് മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തന്നെ തീരുമാനിച്ചു. സ്വന്തം ഉദരത്തിൽ ജനിച്ച കുഞ്ഞിൻ്റെ വില എന്താണെന്ന് അവൾ ഇന്ന് അറിയുന്നു. അവകാശം പറഞ്ഞ് ചെല്ലാനാവില്ല. ശിവാനിക്ക് വലിയൊരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് തന്നെ സത്യ ഒരുക്കിയിരുന്നു. എല്ലാവരും അവളെ സ്നേഹത്തോടെ തന്നെ പൊതിഞ്ഞു പിടിച്ചു. രാജവും കരുണനും ഒഴിച്ച് ബാക്കി എല്ലാവരും അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. അവിടെ ഇല്ലായ്മ കുറച്ചൊക്കെ ശിവയെ വേദനിപ്പിച്ചുവെങ്കിലും അവളും ആ സമയത്ത് സന്തോഷത്തിൽ മുഴുകി. വീൽ ചെയറിൽ നിന്ന് ശിവാനി അതിസുന്ദരിയായിരുന്നു. പണ്ടത്തെ പോലെ ഒന്നല്ല, ആൽബം തടിയൊക്കെ വെച്ച് കവളൊക്കെ ചാടി തൂക്കുട് പോലെ ആയിട്ടുണ്ട് പെണ്ണി. സത്യയും ശിവയും ചേർന്ന് കേക്ക് കട്ട് ചെയ്തു. എല്ലാവരും കൈയടിച്ച ആ നിമിഷം കൂടുതൽ മനോഹരമാക്കി. എല്ലാവരും അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. സത്യപ്രണയത്തോടെ തൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. വാക്കുകളേക്കാൾ മൗനമായിരുന്നു ആ സമയം അവളുടെ പ്രണയത്തിൻ്റെ മാറ്റുകൂട്ടിയത്. ബിരിയാണിയും സദ്യയുമൊക്കെ എല്ലാവരും കൂടി ആസ്വദിച്ച് കഴിച്ചു. അവരുടെ സന്തോഷം മറ്റുള്ളവരിലേക്കും പുഞ്ചിരി പടർത്തി. സേതുലക്ഷ്മി അവളും ആ വേദിയിൽ തിളങ്ങി തന്നെയാണ് നിന്നത്. ജഗൻ തൻ്റെ അനിയനെ മാറി നിന്ന് സ്നേഹിച്ചു. അടുക്കാൻ സത്യ അനുവദിക്കില്ലല്ലോ. വൈകുന്നേരമായപ്പോഴേക്കും എല്ലാവരെയും സത്യ തന്നെ പറഞ്ഞു വിട്ടു. ശിവനീലുവിന് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയൊക്കെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അവൾക്ക് അവർ വല്ലാതെ മിസ് ചെയ്തു. സത്യയുടെ പ്രണയമഴയിൽ അവൾ അന്നും വേണ്ടുവോളം നനഞ്ഞു. നീലവിട്ട പ്രണയ നിമിഷങ്ങളിൽ ഒരിക്കൽ പോലും ഒരു തടസ്സമായിരുന്നില്ല. അത്രയും പക്വതയോടെ കണ്ടറിഞ്ഞു നിൽക്കും അവൾ. സമയമേറെ വൈകി. സത്യയുടെ നെഞ്ചിൽ തളർന്നു കിടക്കുവാണ് ശിവാനി. പാറു, അവൻ അവൾ ആർദ്രമായി വിളിച്ചു. പാറു, അത് ശരിക്കും എൻ്റെ പേരായിരുന്നില്ല ദേവേട്ടാ. ഞാൻ ഇന്നും ഓർക്കുന്നു നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടുപിട്ടിയ ദിവസം. അന്ന് ഒത്തിരി ഭയന്നു പോയി ഞാൻ. ഏട്ടൻ്റെ വില കൂടിയ ഡ്രസ്സ് നശിപ്പിച്ചതിന് പകരം ചോദിക്കാൻ വീട്ടിൽ വന്നാലെന്ന ഭയത്തില ഞാനന്ന് അങ്ങനെ ഒരു കള്ളപ്പേര് പറഞ്ഞത്. ഓർമ്മകളുടെ ചൂളിയിൽ നിന്നും അവൾ പതിയെ വാചാലയായി. എനിക്കാദ്യം നീ പറഞ്ഞ നിന്റെ പേര് ഹൃദയത്തിൽ കൊത്തിവെച്ചത് പോയി പണ്ടേ. അതാ ആ വിളി മാറാതിരുന്നത്. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ലഹരിയാണ് തോന്നുന്നത്. അവനും അവളെ തഴുകിക്കൊണ്ട് പറഞ്ഞു. അന്നൊക്കെ ഈ ആളെനിക്ക് ഭയങ്കര ഭയമായിരുന്നു പാറു. ആ പേര് ദേവേണ്ണൻ എന്നെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ പോലും ഞെട്ടി വരച്ചിട്ടുണ്ട് ഞാൻ. ഇന്ന് നോക്കിയേ, എനിക്കെന്നെ ദേവേണ്ണനില്ലാതൊരു നിമിഷം പറ്റില്ലെന്നായില്ലേ. അവൾ കുറുമ്പോടെ പറഞ്ഞതും ആദ്യം അവൻ്റെ മുഖമൊന്ന് വീർത്തു. പക്ഷേ അവസാനം പറഞ്ഞത് കേട്ട് അവനിൽ ചിരി വിടർന്നു. നേരം പുലരുവോളം അവരങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്നു. ഇടയ്ക്കവൻ അവളിൽ പെയ്തു.
പ്രണയമെങ്ങും അവളുടെ പ്രണയം മാത്രം. രാവിലെ കുളി കഴിഞ്ഞ് ശിവാനി ഉമ്മറത്തിരുന്നു. സത്യയാണ് അവൾ കുളിപ്പിച്ചൊരുക്കിയത്. പണ്ടതൊക്കെ അവൾക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ ഇന്ന് അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ്. അപ്പവും കടലയും സത്യ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നു. നീലുവിനും ശിവാനിക്കും അവൻ തന്നെ വാരി കൊടുത്തു. ഒരിക്കലും എൻ്റെ സന്തോഷം മാത്രം നിറഞ്ഞിരുന്ന വീടായിരുന്നത്. അച്ഛൻ, അമ്മ, ഏട്ടൻ്റെ കൂടെ തല്ല് പിടിക്കാൻ എനിക്ക് വല്ലാത്ത ഹാരായിരുന്നു. അമ്മ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി ഇന്നും നാവിൽ പോയിട്ടില്ല. അച്ഛനെന്നെ ചേർത്ത് പിടിച്ച് കൊഞ്ചിക്കും. കണ്ണുകൾ നിറച്ച് ഏതോ ഓർമ്മയിൽ അവൾ പറഞ്ഞതും സത്യം അവൾ ദഹിച്ചൊന്ന് നോക്കി. എന്നാൽ നീലുവിന് തൻ്റെ അമ്മയെ പാവം തോന്നി. അവൾ ശിവയുടെ മടിയിൽ തന്നെ മുഖം ചേർത്തു. ഞെട്ടിലോടെ ശിവാനി അവളെ നോക്കി. മോൾക്ക് ഏറ്റവും സങ്കടം വരുമ്പോഴാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. നീലു, അമ്മക്ക് ഒന്നുമില്ലടാ. അമ്മ കരഞ്ഞില്ലേ കുഞ്ഞാ? ഒന്നുമില്ലട്ടോ. അവൾ ആ കുഞ്ഞിനെ പെട്ടെന്ന് തഴുകി ആശ്വസിപ്പിച്ചു. അത്രയും മതിയായിരുന്നു നീലുവിനെ നോക്കിയവൻ. ഈ ഒരു വേള മാത്രം സത്യം മൗനം പാലിക്കും. പാറു, സത്യം അവളെ ഗൗരവത്തോടെ വിളിച്ചു. നമുക്ക് പോകാൻ ദേവേട്ടാ. അവൻ്റെ വിളിയുടെ അർത്ഥം മനസ്സിലാക്കി അവൾ വേഗം പറഞ്ഞു. പിന്നെ അധികം വൈകിയില്ല. അവരവിടുന്ന് ഇറങ്ങി. മുറ്റത്തെത്തിയതും പെട്ടെന്ന് അവളെ വിളിച്ചു. മോളെ. അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അതാ തൻ്റെ വീട്ടുപടിക്കൽ നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന അവളുടെ അച്ഛനും അമ്മയും വേട്ടനും. ശിവ കണ്ണുകൾ വിടുത്തി നോക്കിയവര്. എൻ്റെ ശിവ, നീ ഇങ്ങനെ ഞെട്ടണ്ട. ഞങ്ങളാരും നിന്നെ വിട്ട് എവിടെയും പോയിട്ടില്ല. എൻ്റെ കുഞ്ഞ് സന്തോഷത്തോടെ മടങ്ങും. ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. നിനക്ക് എന്ത് സങ്കടം തോന്നിയാലും ഇങ്ങ് വന്നാൽ മതി. അച്ഛയല്ലേ പറയുന്നേ. എന്തോ അവളുടെ ഹൃദയം നീങ്ങി. അമ്മയുടെ പൊന്ന് കരയാതെ പോയിട്ട് വായോ. എൻ്റെ മോളുടെ രാജകുമാരനാണ് അവൻ. അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ചിന്മയി അങ്ങനെ പറഞ്ഞതും അവളുടെ ഒരു പുഞ്ചിരി വിടുന്നു. ഏട്ടൻ്റെ കുറിച്ച് സന്തോഷത്തോടെ പോയി വാ. നിന്റെ ആ പഴയ പഴക്ക സ്വഭാവം ഒന്ന് മാറ്റി പിടിക്കണേ. ഇല്ലെങ്കിലേ പാവൻ്റെ അളിയെ കുറിച്ച് പേർക്കും. കിച്ചുവും കളിയാക്കും പോലെ പറഞ്ഞതും കുറുമ്പോടെ അവൾ തൻ്റെ ഏട്ടനെ നോക്കി പുഞ്ചിരിച്ചു. മൂവരും ചേർന്ന് അവൾക്ക് നേരെ കൈവീശി മൂടൽ മഞ്ഞ് പോലെ ഒരു പുകമറ വന്നവരെ പിഴിഞ്ഞു. അവളുടെ ഉള്ളമൊന്ന് തേങ്ങിപ്പോയി. ആ സമയം അവൾക്ക് ഇരുവശവുമായി അവർ രണ്ടുപേരും വന്നു നിന്നു. ഒരു കവചം പോലെ. ലേഡി ഡബിളും അവളുടെ മാത്രം ഭ്രാന്തൻ സൈക്കിളും. കാറിൽ അവർ യാത്ര തിരിച്ചു തങ്ങളുടെ സ്വർഗത്തിലേക്ക്. ഇതേ സമയം സത്യ തൻ്റെ ഫോണെടുത്തൊരു വീഡിയോ എടുത്ത് നോക്കി. രേണു നിലത്ത് കിടന്ന് പിഴയുകയാണ്. അവളുടെ ശരീരം മുഴുവനും ആട്ടകൾ കടിച്ച് തൂങ്ങിക്കിടക്കുന്നു. മറ്റൊരു വീഡിയോ അവൻ എടുത്തു നോക്കി. തൊലിയിടിച്ച് മുളക് പുരട്ടിയിട്ടിരിക്കുന്ന വിക്രമന്. രണ്ടും കണ്ട് അവൻ പുച്ഛത്തോളം ചിരി കൂട്ടി. എന്തെത്ര കാര്യമായിട്ട് നോക്കുന്നേ, ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. ശിവാനി പറഞ്ഞതും സത്യയിൽ നിന്നും നീലു വേഗം ഫോൺ വാങ്ങി അവൾ ആ വീഡിയോ മാറ്റി മറ്റൊന്ന് വെച്ചു. ശിവാനി ചിരിയോടെ അവരെ നോക്കിയിരിക്കുവാണ്. അവൾ ഇന്നത്തെ ഫംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോ എടുത്ത് അവൾക്ക് നേരെ ഫോൺ നീട്ടി. ശിവാനി അത് വാങ്ങി ചിരിയോടെ നോക്കി. കൊള്ളാം, എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അവൾ അങ്ങനെ പറഞ്ഞതും സത്യയും നീലുവും പരസ്പരം നോക്കി ഗൂഢമായി പുഞ്ചിരിച്ചു. ശിവാനി പതിയെ കണ്ണുകളടച്ച് കിടന്നു. എനിക്കറിയാം ഈ അച്ഛനെയും മകളെയും. എനിക്ക് മാത്രമേ നിങ്ങൾ അറിയൂ. എൻ്റെ ദേവനെ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ ആ ഭാവങ്ങൾ എനിക്ക് മുമ്പിൽ വെളിവാകും. എൻ്റെ മകൾക്ക് എനിക്ക് വന്നതുപോലൊരു വിധി ഒരിക്കലും വരാൻ പാടില്ല. സ്വയം പൊരുതാനുള്ള ശക്തി അവൾക്ക് ആവശ്യമാണ്. എൻ്റെ ദേവേട്ടന് ഒരിക്കലും മാറില്ല. മാറണ്ട. നിങ്ങളെങ്ങനെ തന്നെ സ്നേഹിക്കാനാണ് എനിക്കും ഇഷ്ടം. എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് മുമ്പിൽ അഭിനയിക്കുമ്പോൾ ഞാനിതൊന്നും അറിയാത്തവളെ പോലെ നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ തന്നെ ജീവിക്കും. മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ട് അല്പം മുമ്പ് താൻ കണ്ട രേണുവിൻ്റെ ഗതിയോർത്ത് അവൾ ആത്മസംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. സൈക്കോ ലവ്. തൻ്റെ ദേവേട്ടനെ ഓർത്ത് അവൾ അറിയാതെ പറഞ്ഞു പോയി. ആ സമയവും സത്യയിൽ വന്യത നിറഞ്ഞ പൈശാചികമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. സ്നേഹപൂർവ്വം സാലിം കരുളായി.